ഷാഫി പറമ്പിലിന് പൂർണ്ണ പിന്തുണയുമായിട്ട് രാഹുൽ മാങ്കൂട്ടം രംഗത്ത്. അപ്പോൾ അതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇവരെ ഇഷ്ടപ്പെടുന്ന എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയാണ്. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം, അത് രാഹുൽ മാങ്കൂട്ടം അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അത് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആരാണോ, ആ പ്രസ്ഥാനത്തിൽ തിളങ്ങി നിൽക്കുന്ന ആരാണോ അവരെ മണ്ടയിലോട്ട് ചെന്ന് കയറുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ആ പ്രസ്ഥാനത്തിനെ കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട്. അതുപോലെയാണ് ഇപ്പം ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പൂർണ്ണ പിന്തുണയോടെ കൂടി ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഒരു വാർത്ത, എന്താണ് വാർത്ത എന്നല്ലേ, ആ ഒരു വാർത്ത ഞാനിവിടെ കൊടുക്കാം. ദളിത് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. നമ്മൾ റീസെൻ്റായിട്ടൊരു പരാതി കണ്ടിരുന്നു. കോൺഗ്രസ് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ടൊരു പരാതി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം പ്രതിപക്ഷത്താണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ ഭരണപക്ഷത്തും ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊന്നും വാർത്തകളോ ഇത് ഇത്രമാത്രം ചർച്ചയാക്കുന്നതോ അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതോ ഒന്നും കണ്ടില്ല അല്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പം വാർത്ത ഇങ്ങനെയാണ്: നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതായി ദളിത് യുവതിയുടെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അടുത്ത അനുയായി, ഉടനെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അടുത്ത അനുയായി കൊണ്ടങ്ങ് ഇട്ടേക്കുക. MLAയുടെ അടുത്ത അനുയായി പ്രശോഭ് C. വത്സനെതിരെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. എല്ലാം മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുക്കുന്നത്. ഇലക്ഷൻ ആകുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. എല്ലാ പരാതികളും കൊണ്ടും മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ സാധാരണപ്പെട്ട ആളുകൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങ് നേരിട്ടങ്ങോട്ട് മെയിൽ അയച്ചാൽ മതിയല്ല. പോലീസ് സ്റ്റേഷനൊക്കെ വെറുതെ ആണല്ലോ ഇവിടെ വെച്ചേക്കുന്നത്. പോലീസ് സ്റ്റേഷനിലൊന്നും ആരും നിങ്ങൾ പോയി പരാതി പറയണ്ട, എല്ലാവരും മുഖ്യമന്ത്രിയിലോട്ട് വയ്ക്കുമോ. എന്ത് പരാതി ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പാലക്കാട്ടെത്തിയ താനുമായി സൗഹൃദം സ്ഥാപിച്ച ഇയാൾ താമസ സ്ഥലത്തും കാറിലും പിന്നീട് ഹോട്ടലിലും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണം, അതാണ് വേണ്ടുന്നത്. നേരെ മറിച്ച് ഇത് കള്ളക്കേസാണെങ്കിൽ ഈ പരാതിയുമായിട്ട് വന്നേക്കുന്ന ആൾക്കെതിരെയും നിയമ നടപടി എടുക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് നമ്മൾ കണ്ടതാണ്, കോടതി വിധി വന്നിട്ട് പോലും ഇപ്പോഴും പുള്ളിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം കോടതി വിധി വന്നതിന് ശേഷം തെറ്റുകാരനല്ല എങ്കിൽ, ഇത് കള്ളക്കേസാണെങ്കിൽ തിരിച്ചും നടപടി എടുക്കുക അല്ലേ. നേരെ മറിച്ച് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കുക. എന്തിനാണ് വേറൊരാളെ തലയിൽ അല്ലെങ്കിൽ വേറൊരാളെയും കൂടെ കൊണ്ടിത് പഴിചാരാൻ? അപ്പം ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കളിയാണ്, അജണ്ടയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഷാഫിയുടെ തലയെ കൊണ്ട് ഇട്ടപ്പോഴേ മനസ്സിലാക്കിയതാ രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫിയെ പൂട്ടാനുള്ള പരിപാടിയൊക്കെ നോക്കിയാണ്. ഇവരെയൊക്കെ ലക്ഷ്യം ഷാഫി ആയിരുന്നു. ഷാഫി ആദ്യം ഒതുക്കുക, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുക. കാരണം ഇവരൊക്കെയാണ്, ഈ ഷാഫിയും രാഹുലൊക്കെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നട്ടലുള്ള യുവ നേതാക്കൾ. ഇവരെ ഒതുക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക്, അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ഒരുപാട് ആളുകൾക്ക് നേട്ടമുണ്ട്. അത് വേറൊരു സത്യം. പിന്നീട് ഹോട്ടലിലും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ഗർഭചിത്രം ഒന്ന് കഴിക്കാൻ നിർബന്ധിച്ചു. ഗർഭചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഗുളിയുണ്ടല്ലോ, അതൊന്ന് കഴിക്കാൻ നിർബന്ധിച്ചു. MLA MP എന്നിവരുമായി നല്ല ബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലുമായിട്ടും VK ശ്രീകണ്ഠനുമായിട്ടും, MP ശ്രീകണ്ഠനാണല്ലോ പാലക്കാടിൻ്റെ, നല്ല ബന്ധമുണ്ടെന്നും പറയുകയും അവരുമായി നിൽക്കുന്ന ഫോട്ടോ ഇയാൾ കാണിച്ചു തന്നതായും പരാതിയിൽ പറയുന്നു. അങ്ങനെ എത്ര പേരുകൾ രക്ഷപ്പെടാനെ കൊണ്ട് പലതും കാണിക്കും, പല കള്ളങ്ങളും പറയും. അപ്പോൾ മറ്റുള്ള ആളുകൾ അതിന് എന്ത് ചെയ്യാനാണ്? ഈ വ്യക്തി തന്നെ ആ പെൺകുട്ടിയോട് ചിലപ്പം ഞാൻ ഇന്ന ആളുടെ ആളാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ പലരും പറയുന്നുണ്ട്, ഞാൻ ഇന്ന ആളുടെ ആളാണ്, അല്ലെങ്കിൽ മറ്റേ അടുത്ത ആളാണ്, മറിച്ച ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കുറ്റക്കാരനാവും? നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രശോഭ്. രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച ഫ്ലാറ്റിൽ സ്ഥിതി ചെയ്യുന്ന വാർഡ് കൂടിയാണിത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രഷോഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് 7 കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചിരുന്നു. രാഹുൽ ജയിൽ മോചിതനായി പാലക്കാട് വന്നപ്പോൾ സ്വീകരണമൊരുക്കിയതും പ്രഷോഫായിരുന്നു. അത് ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് അതിനുള്ള മറുപടി ഞാനിപ്പം ഷാഫി പറമ്പിൽ തന്നെ പറയുന്നത് ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് കൗൺസിലർ പ്രശോഭിനെ സംരക്ഷിക്കില്ലെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ. വിഷയം തെരഞ്ഞെടുപ്പിൽ UDF-നെ ബാധിക്കില്ല, നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ, ഒരു സംരക്ഷണവും ഒരുക്കില്ലെന്നും ഷാഫി പറഞ്ഞു. വാർത്തകൾ ഞാനും കണ്ടു. എല്ലാ നിയമ നടപടികളും പോലീസ് സ്വീകരിക്കട്ടെ. ഒരു തരത്തിലുള്ള സംരക്ഷണവും പാർട്ടി ഒരുക്കുന്നില്ല. ലീഗൽ പ്രൊസീജിയേഴ്സിന് വേറെ സംരക്ഷണമോ തടസ്സമോ ഒന്നും തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പൊതുപ്രവർത്തനത്തിനാണ് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചൂഴ്ന്നു നോക്കാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് നിയമപരമായ എന്താണോ നടപടികൾ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ, അതിലൊരു തടസ്സവുമില്ല. പാർട്ടിയും നടപടി എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി ബാധിക്കുന്ന പ്രശ്നമൊന്നും അല്ലാതെ. ഓക്കെ, കണ്ടല്ലോ, ഒരാളെ വ്യക്തി ജീവിതവും രാഷ്ട്രീയവും കൊണ്ട് എങ്ങനെയാണ് കൂട്ടിക്കലർത്തുന്നത്. അയാൾ വ്യക്തി ജീവിതത്തിൽ ചിലപ്പം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. അത് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പുള്ളിയെ ഈ പറഞ്ഞിട്ടുള്ളത്? അത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം പുറത്താക്കുക, അതാണ് വേണ്ടുന്നത്, അല്ലേ? ഓക്കെ, എന്നെന്തായാലും ഞാൻ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലിന് പൂർണ്ണ പിന്തുണ. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെ എതിരെ ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളും PR വർക്കുകളും നടത്തുന്നുണ്ട്. ഷാഫി പുറത്താക്കണം, UDF-ന്ന് പുറത്താക്കണം, രാജിവെപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഈ സൈബർ ടീമുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം രാഹുൽ മാങ്കൂട്ടം പൂർണ്ണ പിന്തുണ ഷാഫിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് ആ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാം. അതിനുമുമ്പേ രാഹുൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളഞ്ഞിട്ടാക്രമിക്കും തോറും വീര്യം കൂടുന്നൊരുത്തൻ, ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും തോറും ജനം ചേർത്ത് പിടിക്കുന്ന ഒരുത്തൻ. ഷാഫി പറമ്പിൽ ഒരു ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയും കൂടെ ഇവിടെ പങ്കുവയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കണ്ടല്ലോ, ഇത് വേറൊന്നുമല്ല, ഷാഫിയെയും രാഹുലിനെയും തകർക്കണം. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഈ പെണ്ണ് കേസ് കൊണ്ടിട്ടിട്ട് പുറത്താക്കണം. ഇപ്പം ഈ ഒരു കേസ് കൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ എല്ലാം സെയിം പാറ്റേണാണ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിനുശേഷം ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന സ്ഥിരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് വന്നിരിക്കുന്ന സ്ഥിരം പാറ്റേണാണ് ഇതൊക്കെ. ഇനി ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ കള്ളമാണെന്ന് നമുക്കറിയത്തില്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റക്കാരനാണെങ്കിൽ ഓനെ ശിക്ഷിച്ചോട്ടെ. അതിനകത്ത് ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തും അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അവർ ഒരു പൊതുപ്രവർത്തക ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പം അവരുമായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും, ചിലപ്പം അവരുമായിട്ട് നിന്നിട്ട് ചിലപ്പം ഫുഡ് കഴിക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, എടുക്കേണ്ടി വരും. അന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്, അല്ലേ? എന്തായാലും ഇത് ഷാഫിക്കിട്ടുള്ളൊരു പണി തന്നെയാണ്. രാഹുലിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഷാഫിയാണ് ആദ്യം പൂട്ടാൻ നോക്കിയത്. പക്ഷേ അത് നടക്കാത്തതുകൊണ്ട് രാഹുൽ വഴി ഷാഫിയിലോട്ടൊന്ന് പോകാൻ നോക്കി. പക്ഷേ അവിടെയും ചുറ്റിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ നട്ടലുള്ള നേതാക്കന്മാരാണ് ഷാഫിയും അതുപോലെ രാഹുലൊക്കെ. ഇവരെയൊക്കെ തകർത്താൽ മാത്രമേ പല ആളുകൾക്കും മുമ്പോട്ട് കയറി വരാനും ഭരണം പിടിക്കാനും. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഷാഫി പറമ്പിലൊക്കെ ഓടിയാണ് UDF-ന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അത് പലരിലും പേടിയുണ്ടാക്കുന്നുണ്ട്. അടുത്ത ഭരണം മാറിപ്പോകുമോ, അടുത്ത ഭരണം ഈ ഷാഫിയുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഓടി നടന്നുള്ള പ്രവർത്തനം കൊണ്ട് പല ജില്ലകളിലായിട്ട് കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ ഇങ്ങനെ ഓടി നടന്നാണ് ഷാഫി പറമ്പിൽ പ്രവർത്തനം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് ഒതുക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന ടീമല്ല ഷാഫിയും രാഹുൽ മാങ്കൂട്ടമൊക്കെ. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നട്ടല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഷാഫിയും രാഹുലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നവർ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത്
ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട്